രാജ്യത്തെ GST വരുമാനത്തിൽ വൻ വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11.5% വർധനവാണുണ്ടായത്. മാർച്ച് മാസം മാത്രം GSTയിലെ വരുമാനം 1.78 ലക്ഷം കോടി രൂപയാണ്. ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പ്രതിമാസ വരുമാനമാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആകെ വരുമാനം 20.18 ലക്ഷം കോടി രൂപയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ GST വരുമാനത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തി കഴിഞ്ഞത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സുരേഷ്, GST വരുമാനത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇക്കഴിഞ്ഞ മാർച്ചിൽ, അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന മാസമായ മാർച്ചിൽ അവസാനിച്ച കണക്കുകൾ 31-ന് ലഭ്യമായ കണക്കുകൾ പ്രകാരം 1,78,000 കോടി രൂപയുടെ GST വരുമാനമാണ് ഈ വർഷം ഈ മാർച്ചിലുണ്ടായിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മാർച്ചിനെ അപേക്ഷിച്ച് 11.5% വർധനവ്, അതായത് ഒരു മാസത്തെ തന്നെ വ്യത്യാസം, മാർച്ച് മാസത്തെ തന്നെ വ്യത്യാസം കണക്കാക്കുമ്പോൾ അതിൽ തന്നെ 15% വർധനവ് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ മറ്റു സൂചകങ്ങളും നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ മാർച്ച് 31-നുണ്ടായ ആ ഒരു മാറ്റം തന്നെയാണ്. മാർച്ച് 31 നമുക്കറിയാവുന്നതാണ്, ഈ GST കണക്കുകളെല്ലാം തന്നെ ഓഡിറ്റിൻ്റെ ആവശ്യങ്ങൾക്കും മറ്റുമായി കണക്കുകൾ പൂർണ്ണമായും, സ്റ്റോക്ക് എടുക്കുകളെല്ലാം തന്നെ തീർത്ത് കണക്കുകൾ പൂർണ്ണമായും നൽകുന്ന മാസം കൂടിയാണ് ഈ മാർച്ച് മാസം. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തെ വരുമാനം ആ വർഷത്തെ വരുമാനത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമായി തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് GST കളക്ഷൻ്റെ വലിയ സാധ്യതകളും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ വളർച്ച കൂടിയാണ്. അതുപോലെ തന്നെ GSTയുടെ മാസ വരുമാന ശരാശരി 1,68,000 എത്തിയെന്നാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1,68,000 കോടി. ഈ കണക്കുകളെല്ലാം തന്നെ 1,68,000 കോടിയിലും അതുപോലെ എല്ലാം കോടികളിലാണ് കണക്കുകളെല്ലാം തന്നെ കൃത്യമായി പറയപ്പെടുന്നത്. അതിൽ 9 ലക്ഷം കോടിയോളം രൂപ കേന്ദ്ര സംസ്ഥാന GST വിഹിതങ്ങളായി വിതരണം ചെയ്തു എന്നും അറിയിക്കുന്നുണ്ട്. നേരത്തെ മാസ ശരാശരി ഒരു മാസം വന്നിരുന്ന GST വരുമാനം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി മാത്രമായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ അത് 1,68,000 കോടി രൂപയുടെ വരുമാനമാണ് കാണിച്ചിരിക്കുന്നത്, മാർച്ചിലെടുത്ത ശരാശരിയിൽ. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഈ ശരാശരിയിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ആ നേട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതൊരു ഇവിടെ രാജ്യം അതിവേഗം അഭിവൃദ്ധിയിലേക്ക് കുരുക്കിയാണ്. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി രാജ്യം ഭാരതം ഇതിനകം മാറിക്കഴിഞ്ഞു. വലിയ സാമ്പത്തിക ശക്തി, ഒരു വികസ്വര രാജ്യം എന്നതിനും ഒരു വികസിത രാജ്യത്തിലേക്കുള്ള കുതിപ്പ്, അത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു വർധനവല്ലേ? തീർച്ചയായും ഈ വർധനവിൻ്റെ രേഖപ്പെടുത്തലുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഈ രാജ്യത്തെ GST വരുമാനത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11.5% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഹലോ, കേൾക്കാമെങ്കിൽ. കേൾക്കാമോ സാർ? ഇവിടെ രാജ്യത്തെ GST വരുമാനത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തി കഴിഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11.5% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ? മൂന്ന് ഡിസ്റ്റിങ്ക്ട് റീസൺസ് ആണ്. ഒന്ന്, ഡെഫിനറ്റ്ലി കൺസംഷൻ കൂടി, ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റി കൂടി. അപ്പോൾ നാച്ചുറലി അതിന്റെ GST കളക്ഷൻസും മറ്റും കൂടും. ഇതാണ് ഒന്നാമത്തെ. അപ്പോൾ അതൊരു രാജ്യത്തിന്റെ ഒരു വളർച്ചയുടെ പാർട്ടായിട്ട് തന്നെ, അതിന്റെ ഒരു ബാരോമീറ്റർ ആയിട്ട് തന്നെ നമുക്ക് ഈ GSTയുടെ ഇൻക്രീസ്ഡ് റവന്യൂ കളക്ഷൻ നമുക്ക് കാണാൻ ഒക്കും. രണ്ട്, കംപ്ലയൻസ് ആണ്. നമ്മൾ ഈ ഡിമോണിറ്റൈസേഷന് ശേഷം ഈ ഫോർമൽ എക്കോണമിയും ഇൻഫോർമൽ എക്കോണമിയും തമ്മിലൊരു മേജർ ഉണ്ടായി. അപ്പോൾ പണ്ട് ഈ ബില്ലില്ലാതെയും മറ്റുമൊക്കെ നടത്തിയിരുന്ന ട്രേഡ് വളരെയധികം കുറഞ്ഞു. കാരണം ഇപ്പോൾ വേ ബില്ലും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അന്തർ സംസ്ഥാന ട്രേഡ് നടക്കുകയുള്ളൂ. അപ്പം വാണിജ്യത്തിന്റെ ഇതെല്ലാം ഒരു ഫോർമലൈസ്ഡ് എക്കോണമി വന്നപ്പോൾ ഈ ബ്ലാക്ക് മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ ഈ അൺഅക്കൗണ്ടഡ് സെയിൽസും ഒക്കെ വളരെയധികം കുറഞ്ഞു. അപ്പൊ കംപ്ലയൻസ് ലെവലിൽ ഒരു വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. മൂന്നാമത്തത്, ഈ പറയുന്ന പോലെ ഒരു സംസ്ഥാനങ്ങളിലും അതിനകത്തൊരു ഡിവോൾവ്മെന്റ് വരുമ്പോൾ അവരുടെയും ഒരു ശ്രദ്ധ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ 3 ഫാക്ടേഴ്സ് ആണ് ഞാൻ ഈ പറയുന്ന ജമ്പിന് കാണുന്നത്. പ്രധാനമായും ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു വിപണിയിലുണ്ടായിട്ടുള്ള ഒരു വർധനവ്, ഒരു ഇൻകത്തിനുണ്ടായിരുന്ന വർധനവ്, ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, ഒരു GDP-യിലുണ്ടായിട്ടുള്ള ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കൂടിയിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് കൂടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഒരു GST-യിൽ ഉണ്ടായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള വർധനവ്.
ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ തുടരുക. ഐസൻ, ഇവിടെ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ സാമ്പത്തിക വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ഘടകങ്ങളാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ഈ 3 ഘടകങ്ങൾ ആധാരമായിട്ടുള്ള ഒരു വളർച്ച, അതിൻ്റെ ഒരു ദ്രുതഗതിയിലുള്ള ഒരു തുടർച്ച, അതുമായി ബന്ധപ്പെട്ട് ഐസനും ചില കാര്യങ്ങൾ ചോദിക്കാം. തീർച്ചയായും രഞ്ജിത്ത് കാർത്തികേയനോട് ഞാനൊരു ചോദ്യം, അത് അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഞാനത് ആലോചിച്ചതായിരുന്നു. കാരണം ഈ മോഡേണൈസേഷൻ്റെ സാധ്യതകൾ, അതായത് നമുക്കിപ്പോൾ അറിയാം ഈ ബില്ലുകളും അതുപോലെ തന്നെ റേഡിയോ ട്രാക്ക് ചെയ്യുന്ന ഗുഡ്സ് വാഹനങ്ങളും എല്ലാം തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. അത്തരത്തിലുള്ള ഈ മോഡേണൈസേഷൻ, ടാക്സ് കളക്ഷൻ്റെ ഡ്രോപ്പ് ഔട്ടുകൾ ഒഴിവാക്കുന്നതിന് ഈ മോഡേണൈസേഷൻ കൊണ്ട് വലിയൊരു നേട്ടം സാധിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു കോമ്പോണൻറ്റ്, അല്ലെങ്കിൽ ഈ മോഡേണൈസേഷൻ വരുന്നതിന് മുമ്പ് ഈ ബില്ലിംഗ് സംവിധാനം, അതുപോലെ തന്നെ മറ്റു ഈ റേഡിയോ ട്രാക്കിംഗ് സംവിധാനം, അത്തരത്തിലുള്ള നിരവധിയായ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഈ GST കളക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ അത് എത്ര കണ്ട ഒരു ജമ്പ്, അല്ലെങ്കിൽ എത്ര കണ്ട ഒരു പെർസെൻറ്റേജ് വൈസ് ഇൻക്രീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത് സാർ? കംപ്ലയൻസ് എന്ന് പറഞ്ഞതിന്റെ ഒരു 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 വാലിഡ് കമ്പോണന്റ് ഈ ഡിജിറ്റൈസേഷൻ ആണ്. ഒരു ഡിജിറ്റൽ എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്, ഈ പണം മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ എസ്പെഷ്യലി ഇതൊരു ഈ GST എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ളതില്ല. ഇനീഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും, ഒരുപാട് പേര് ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞെങ്കിലും, ഈ ഗുഡ്സും ടാക്സും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ GSTക്കുള്ളത്, വളരെ സീംലെസ് ആയിട്ട്. അപ്പം ഡൽഹിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെയാണ് ഈ ടാക്സും ട്രാവൽ ചെയ്യുന്നത്. ആ ട്രാവൽ ചെയ്യുന്ന ടാക്സിനെ ട്രാക്ക് ചെയ്യാൻ എവിടെയെങ്കിലും വെച്ച് ഇത് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഇതിനകത്ത് ബില്ലില്ലാതെ ഒരു എമൗണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഈ കംപ്ലയൻസിന്റെ. അപ്പം ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതി, അത് തന്നെയാണ് വാസ്തവം പറഞ്ഞ ഒരു മേജർ ഘടകം ഈ കംപ്ലയൻസിൽ. ഈ വിപണി വലുതായി അതിന്റെ കൺസംഷൻ കൂടി എന്നുള്ളതൊരു വലിയ രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു 60% ഇംപ്രൂവ്മെന്റ് അതിൽ തന്നെയാണുള്ളതെന്നാണ് ഞാനൊരു ബാക്ക് ഓഫ് ദ എൻവലപ്പ് കാൽക്കുലേഷൻ. പക്ഷെ ഒരു 30%, 40%, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ശതമാനം മുഴുവൻ ഈ ട്രാക്കിംഗ്, കംപ്ലയൻസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിജിറ്റൽ എക്കോണമി, ഡിജിറ്റലായിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പാക്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30-40% ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇതൊരു എന്താ പറയുന്ന ഒരു അസംഷൻ ആണ് എൻ്റെ, ശരിയാണെന്നില്ല. എൻ്റെ ഒരു ഫീല് ഈ ഡിജിറ്റൽ എക്കോണമി, ഡിജിറ്റൈസേഷൻ ഓഫ് ടാക്സ് മോണിറ്ററിംഗ് സിസ്റ്റം വളരെ ശക്തമായി ഇതിനെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സാർ, ഇത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, നമ്മളിപ്പോൾ നേരത്തെ ഗുഡ്സിൻ്റെ കാര്യമാണ്, സ്വാഭാവികമായും അതിൻ്റെ ട്രാൻസാക്ഷൻ സംബന്ധിച്ചും ഉൽപ്പന്നങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്നതും സംബന്ധിച്ചും എല്ലാം തന്നെ വളരെ കൃത്യമായി അതിൻ്റെ ഒരു ടെലി ട്രാക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുമ്പോൾ അത് കാര്യക്ഷമമായി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ സർവീസ് ടാക്സ്, നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് ടാക്സിനെ ഇപ്പോൾ GST ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ GST ഉൾപ്പെടുന്ന ആ സർവീസ് ഘടകം ഇൻഷുറൻസ് അതുപോലുള്ള പല മേഖലകളിലും കുറേ കൂടി വ്യാപകമാക്കാൻ കൂടി, അതായത് ആ ടാക്സ് ആംബിറ്റ് വർദ്ധിപ്പിക്കാൻ കൂടി സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ സാറിന്? ഡെഫിനറ്റ് ആയിട്ടും. ഈ പറയുന്ന പണ്ട് പല സർവീസസ് ഇതിന്റെ വെളിയിലായിരുന്നു. ഇതിപ്പോ ഇത് ഇൻക്ലൂസീവ് ആണ്. എന്തൊക്കെയാണ് ടാക്സ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്തൊക്കെ ടാക്സ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെയല്ല, ഇന്ന കാര്യങ്ങൾ ടാക്സ് ഇല്ല എന്നും പറയുന്നു. അപ്പം പ്രാക്ടിക്കലി എവറി സർവീസ് ഈ പറയുന്ന GSTക്കകത്ത് വരും. അത് 18%. അപ്പോ ഈ ഒരു ഗുണം ഉണ്ടായത് എന്താ പറഞ്ഞാൽ, പണ്ട് നമ്മൾ സർവീസ് ടാക്സ് അടയ്ക്കുമ്പോൾ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാനൊക്കില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ ചാർട്ട് അക്കൗണ്ട് ആയിട്ടൊരു ബില്ല് ചെയ്യുമ്പോൾ ആ ബില്ലിന് അഗൻസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ലായിരുന്നു. സർവീസ് ടാക്സ് വേറെ, വാറ്റ് വേറെ. ഇന്ന് അങ്ങനെയല്ല. എനിക്ക് 18% GST ഞാൻ ലെവി ചെയ്യുമ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക്, ഇപ്പോൾ വാടക കൊടുക്കുകയോ അല്ലെങ്കിൽ പൈപ്പ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾക്ക് വാങ്ങിക്കുമ്പോഴുള്ള GST ഞാൻ കൊടുക്കുന്നത് ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആ പറയുന്ന ഇമ്പാക്ട് ലോർ ചെയ്യാൻ സാധിക്കും. അപ്പം GST വരുമാനം കൂടുന്നതിന്റെ ഒരു ഘടകം ഡെഫിനറ്റ് ആയിട്ടാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനൊരു റിഗ്രസീവ് ഇഫക്റ്റ് ഇല്ല. ഞാൻ 18 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ 9 രൂപയ്ക്ക് ഒരു ഇൻപുട്ട് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആക്ച്വലി ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നത് 9 രൂപയേ ഉള്ളൂ, ആ അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പം ആ ഒരു പക്ഷേ ഒരുപാട് ആളുകളെ ഇതിന്റെ ആംബിറ്റിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി, കുറെ കൂടെ ഫോർമലൈസ്ഡ് എക്കോണമി ആക്കാൻ ഒത്തു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വിജയം.
അതുപോലെ തന്നെ സാർ, ഈ സർവീസ് ടാക്സ് ഇവേഷൻ്റെ കാര്യമായാലും നമുക്കറിയാവുന്നതാണ്. ഈ സർവീസ് ടാക്സായി നിലനിന്നിരുന്നൊരു കാലത്ത് നിർമ്മാണം, കാരണം കൺസ്ട്രക്ഷൻ കമ്പനികളും അതുപോലെ തന്നെ നിരവധിയായ അത്തരം സ്ഥാപനങ്ങൾ വല്ലാത്ത രീതിയിൽ ഈ ബ്ലാക്ക് മണി ഹാൻഡിൽ ചെയ്തിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറവ് വരുത്താൻ, അതായത് നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ ഈ സ്വകാര്യ കെട്ടിട നിർമ്മാണ രംഗങ്ങളിലും അതുപോലെ തന്നെ ഈ ഭൂമി ഇടപാടുകളിലുമെല്ലാം തന്നെ വലിയ തോതിൽ ഒരു അഴിമതി നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പ് നടക്കാനുള്ള സാധ്യത കൂടി നിലനിന്നിരുന്നത് ഈ GST നടപ്പായതോടുകൂടി കുറഞ്ഞിട്ടുണ്ടോ? നിശ്ചയമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഡിമോണിറ്റൈസേഷനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു ജാം ട്രിനിറ്റി, അതായത് ജൻധൻ ആധാർ മൊബൈൽ ഒരു ഇത് കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡിമോണിറ്റൈസേഷൻ ആണ് ഇതിനെ ക്ലീനപ്പ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ട്രാക്ഡ് ആയി മാറി. ഇപ്പം ഒരു സുപ്രീം കോടതി ജസ്റ്റിസ് ഇതിനെ വളരെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവവും മറ്റുമൊക്കെ ഭാരതത്തിന്റെ ഒരു നാഷണൽ സെക്യൂരിറ്റി മുതൽ ഫിനാൻഷ്യൽ ഈ പറയുന്ന ടാക്സേഷൻ ഡൊമെയിൻ വരെയുള്ള കാര്യത്തിൽ കാര്യക്ഷമമായ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ഡിമോണിറ്റൈസേഷൻ കൊണ്ട് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അതിനൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ ഒരു ക്ലീനിങ് അപ്പ് ഓപ്പറേഷൻ തന്നെയാണ് GST ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ സാധിച്ചതും ഈ പറയുന്ന എല്ലാ ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരാനുണ്ടായ ഒരു ബേസിക് സാഹചര്യം. അതിന് നമ്മളൊരു ഒരു സെർട്ടൻലി അതൊരു കമൻഡബിൾ ഓപ്പറേഷനാണ്. ഇതൊരു പ്രോഗ്രസീവ്, ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷന്റെ ഒരു വളരെ ക്രിട്ടിക്കൽ പാർട്ടായിരുന്നു ഇത്. അപ്പം നാച്ചുറലി ഈ ബ്ലാക്ക് മണി ഓപ്പറേഷനും കൺസ്ട്രക്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി. ഇന്ന് നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും മറ്റുമൊക്കെ കാണിക്കുന്ന ആളുകളെ പെട്ടെന്ന് വേണം ഇവരെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുന്നത്. കേരളത്തിൽ തന്നെ ചില കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇൻപുട്ട് ക്രെഡിറ്റിന് വേണ്ടി പല കമ്പനികൾ തുടങ്ങിയതും അവരിപ്പോഴും എനിക്ക് തോന്നുന്നു ഇംപ്രസൻഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ ട്രാക്കിംഗ് മുഖാന്തരമാണ്. അപ്പം നാച്ചുറലി ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ ഇത് ഒരു ഡിറ്ററൻ്റ് ആണ്. GST അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഫിനറ്റ് ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ആ ഇൻസ്ട്രുമെന്റ് ഒരു കാര്യക്ഷമമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നു ഇനിയും മുന്നോട്ട് പോകുന്ന സമയത്ത് കളക്ഷൻസ് കൂടുക തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും സാർ, ഒറ്റ ചോദ്യം കൂടി ചോദിക്കുന്നുള്ളൂ. അതായത് നമുക്കറിയാവുന്നതാണ് ഈ ടാക്സ് രംഗത്ത് വിവിധങ്ങളായ ചില പരിഷ്കാരങ്ങൾ, വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു, പിന്നീട് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ആയി, ഇങ്ങനെ ടാക്സിൻ്റെ സിസ്റ്റം തന്നെ മാറി ഇപ്പോൾ GSTയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇത്തരത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ചത് നികുതി കൃത്യമായി ലഭ്യമാകുന്ന ആ ഉൽപ്പാദകർ അല്ലെങ്കിൽ അതിൻ്റെ വിതരണക്കാരെല്ലാം തന്നെ നികുതി ഉറപ്പായും നൽകുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ്. ഇത്തരത്തിൽ GST നടപ്പായതോടുകൂടി നികുതിദായകനുണ്ടായ ലാഭം, സ്വാഭാവികമായും ഒരു നിർമ്മാതാവിനോ അല്ലെങ്കിൽ ഒരു ഉൽപ്പാദകനോ ഒരു ഫാക്ടറിയിലെ ഉടമയ്ക്കോ എല്ലാം തന്നെ ആ GST കൊണ്ടുണ്ടായ നേട്ടം എന്താണ്? വിലക്കയറ്റത്തിലൊക്കെ സ്വാധീനിക്കാവുന്ന എന്ത് ഘടകമാണ് GST വഴി നടപ്പായത്? ഒരു റിഗ്രസീവ് അല്ല ടാക്സേഷൻ. പണ്ട് ഒക്ട്രോയ് ഉണ്ടായിരുന്നു, പല തലത്തിലുള്ള ടാക്സസ് ഉണ്ടായിരുന്നു, പല സ്റ്റേറ്റിലെ ടാക്സ് ഉണ്ടായിരുന്നു. ആ ടാക്സിന്റെ പുറത്ത് ടാക്സേഷൻ ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ ഒരു യൂണിഫൈ ചെയ്തു, 1 നേഷൻ 1 ടാക്സ്. അപ്പം എവിടെ ആരെങ്കിലും ടാക്സ് ഉണ്ടായിട്ട് ഇപ്പൊ 100 രൂപയ്ക്ക് ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അതിന് 10% ടാക്സ്, 110 രൂപ. ഈ 110 മുകളിൽ 10 രൂപ പ്രോഫിറ്റ് ആക്കി 100 രൂപയാണെങ്കിൽ ആ 2 രൂപയെ അഡീഷണൽ ഉള്ളൂ ടാക്സേഷൻ. അപ്പം ക്രമാതീതമായ വിലവർദ്ധനവ് ഉണ്ടാകാതെ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. GSTയുടെ കോൺസെപ്റ്റ് അതാണ്. ഏതാണ്ട് 180-ൽ പരം രാജ്യങ്ങളിൽ ഇത് ഇംപ്ലിമെന്റഡ് ആണ്. അപ്പം ബാക്കി നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇത് പറയാം, പക്ഷെ മൾട്ടിപ്പിൾ ടാക്സേഷൻ മാറ്റി നിർത്തി രാജ്യം മുഴുവൻ ഒറ്റ ടാക്സ് ആക്കി നാച്ചുറലി അത് വിലവർദ്ധനവിനെ പിടിച്ചു നിർത്തി. ഇത് സ്റ്റഡീസ് ഉണ്ട്, റിസർച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. പലപ്പോഴും ഈ പല ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം ഈ പ്രോഫിറ്റിയറിങ്ങിന് വേണ്ടി ഇത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പീനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് സ്റ്റഡി എത്രയാണ് അതിന്റെ വില വർധനവ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് അനുസരിച്ച് ഇത് ചെയ്യാം. പക്ഷെ ഒരു ജനറലി ഒരു ഒപ്പീനിയൻ, ഒരു വില വർധനവില് കാര്യമായ ഒരു ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. വളരെ നന്ദി ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും ഐസൻ ഇവിടെ രഞ്ജിത്ത് കാർത്തികേയൻ സാമ്പത്തിക വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്ത് GST വരുമാനം വർദ്ധിച്ചത്, GST നടപ്പിലാക്കാനായിട്ട് അത് എല്ലാ മേഖലയെയും അത്രത്തോളം
പ്രകടമായ ഒരു മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയിലേക്കും സമൃദ്ധിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ഐസൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞതുപോലെ തന്നെ നികുതി ഇനത്തിൽ അടക്കം അത് നൽകുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ ഗുണപ്രദമാകുന്ന ഒരു ഇടപെടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് കൃത്യമായ രീതിയിലുള്ള സാമ്പത്തിക വിധാനം, സാമ്പത്തികമായ ഒരു സംവിധാനം, അതുതന്നെയാണ് ഇത്രത്തോളം ഭദ്രമായ ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അല്ലേ. തീർച്ചയായും സുരേഷ്, ഇപ്പോൾ നമ്മളോട് രഞ്ജിത്ത് സാർ പറഞ്ഞതുപോലെ തന്നെ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് GST വരുമാനം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ മോഡേണൈസേഷൻ്റെ കാരണങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വേ ബില്ലിംഗ്, അങ്ങനെയുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി ഈ ടാക്സ് ലോസിനെ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ നികുതി നഷ്ടത്തെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വളരെ കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് GSTയുടെ കാര്യത്തിൽ സ്വാഭാവികമായൊരു വർധന ഉണ്ടാകുന്നത്. കാരണം ആ ഫ്ലോ കൃത്യമായി ഉണ്ടാക്കുക എന്ന് തന്നെയാണ്, ആ ഒരു ഒഴുക്ക്, നികുതി പണത്തിൻ്റെ ഒഴുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും. അത് തന്നെയാണ് കൃത്യമായി നികുതി വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതും.